ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എഡ്യൂ ടിപ്സ്. KTET മാരത്തോണിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാരത്തോൺ സീരീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നു, എന്തായാലും സന്തോഷം. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും മറ്റു സ്റ്റഡി ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആവശ്യക്കാരിൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാം എത്തട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ത്രൂ ഔട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ക്ലാസ്സസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ടോപ്പിക്ക് അഡോളസെൻറ്റ് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ടാസ്കുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദ വേർഡ് അഡോളസെൻസ് കംസ് ഫ്രം ഡാഷ് വേർഡ്: ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്, അറബിക്. ദ വേർഡ് അഡോളസെൻസ് കംസ് ഫ്രം ദി ഏത് വേർഡായിരുന്നു? ലാറ്റിൻ വേർഡായിരുന്നു അല്ലേ. ഇത് കഴിഞ്ഞ KTET കാറ്റഗറി 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ KTET എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ദ വേർഡ് അഡോളസെൻസ് കംസ് ഫ്രം ഡാഷ് വേർഡ് ലാറ്റിൻ വേർഡായ അഡോളിസർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളിസൻസ്? ഇൻറ്റൻസീവ്ലി ഇമോഷണൽ, ഹീറോ വർഷിപ്പർ, ഡേ ഡ്രീമിങ്, വെരി ഒബീഡിയൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻറ്റൻസീവ്ലി ഇമോഷണൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹീറോ വർഷിപ്പർ ആണ് അഡോളസൻസിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ. ഡേ ഡ്രീമിംഗ് ആണ്. ദെൻ ഏതാണ് അല്ലാത്തത്? അപ്പോൾ വെരി ഒബീഡിയൻറ്റ്. ഇവിടെ നമുക്ക് വെരി ഒബീഡിയൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. കാരണം ഇവരെപ്പോഴും പാരൻസ് ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും അത്ര ഒബീഡിയൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നവരല്ല അല്ലേ ഈ ഒരു അഡോളസൻസ് ഏജുകാർ. അപ്പോൾ അവരെന്തും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ല. അവർക്ക് മറ്റുള്ളവർ അവരെ കൺട്രോൾ ചെയ്യുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ വെരി ഒബീഡിയൻറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ആദ്യത്തെ 3 ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതാണ്. വെരി ഒബീഡിയൻ്റ് ആണ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസിൽ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. Who described adolescence as the period of great stress and strain, storm and strife? Stanley Halls, Skinner, Hollingworth, Pavlov. അപ്പോൾ അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത് ആരാണ്? ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആരാണ്? സ്റ്റാൻലി ഹാൾസ് ആണ്. അപ്പോൾ നമുക്ക് അഡോളസൻസുമായി ബന്ധപ്പെട്ട 2 ഡെഫിനേഷൻ എന്ന രീതിയിൽ പഠിക്കാനുണ്ട്. ആദ്യത്തെ ഒന്ന് ഇതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹൂ ഡിസ്ക്രൈബ്ഡ് അഡോളസൻസ് ആസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? ഹൂ ഡിസ്ക്രൈബ്ഡ് അഡോളസൻസ് ആസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി? ഹോളിംഗ്വർത്ത് ആണ്. ഓക്കെ, സ്കിന്നർ, തേഴ്സ്റ്റൺ, സ്റ്റാൻലി ഹാൾ, ഹോളിംഗ്വർത്ത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഓപ്ഷനിൽ 2 പേരെ പേരും സാധാരണ തരാറുണ്ട്. സ്റ്റാൻലി ഹാളിൻ്റെയും തരാറുണ്ട്, ഹോളിംഗ്വർത്തിനും തരാറുണ്ട്. നമുക്ക് ആകെ അഡോളസൻസുമായി ബന്ധപ്പെട്ട് ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. 2 ഡെഫിനിഷൻ ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത് ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. സാം studying in standard 9 have a tendency to revolt against authority. This may be because option A, the adolescents want to free from himself from bondage. Option B, need treatment. Option C, punishment must be given. Option D, none of this. അപ്പോൾ സാം 9th പഠിക്കുന്ന കുട്ടിയാണ്. എപ്പോഴും എന്താണ്? ഹാവ് ദ ടെൻഡൻസി ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് അതോറിറ്റി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നീഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് 9, ദാറ്റ് മീൻസ് നമുക്കൊരു 14 വയസ്സുള്ള കുട്ടിയാണ്. സോ അഡോളസൻസ് കാറ്റഗറിയിൽ പെടുന്ന കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഇതൊരു കോമൺലി കാണുന്ന ഒരു ടെൻഡൻസി ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ദി അഡോളസൻസ് വാണ്ട്സ് ടു ഫ്രീ ഹിംസെൽഫ് ഫ്രം ബോണ്ടേജ് അല്ലേ. അവർക്ക് പ്രത്യേകിച്ച് ആരുടെ ബോണ്ടേജ്, ഇപ്പോൾ പാരൻസ് എന്തെങ്കിലും പറഞ്ഞാലും അതിനെ എതിർത്തിട്ട് പുറത്തു പോകാൻ ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ പാരൻസ് ഈ സമയത്ത് എന്ത് ചെയ്യുക? കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക കാര്യം. കാരണം ഈ ഒരു അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടികളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരൻസ് എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ചെവി കൊള്ളത്തില്ല അല്ലേ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിയർ ഗ്രൂപ്പിനോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ആ ഒരു ഏജിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പാരൻസും കുട്ടികളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുവാണെങ്കിൽ അധികം പ്രോബ്ലംസ് ഒന്നും വരാറില്ല. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികൾ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസ് എപ്പോഴും എന്തായിരിക്കണം? ഈ ഒരു ഏജിൽ ഫ്രണ്ട്ലി ടു അവർ മക്കളോട് ഫ്രണ്ട്ലി ആയിരിക്കണം.
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് നല്ല രീതി, അത് അഡ്വൈസ് എന്ന രീതിയിലാവരുത്. കാരണം അഡ്വൈസ് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമല്ല അല്ലേ. ഈവൻ നമുക്ക് പോലും ചിലപ്പോൾ അഡ്വൈസ് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഈ അഡോളസൻസ് ഏജുകാർക്ക് തീരെ ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഇവരോട് ചേരരുത്, അവരോട് കളിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എന്താ, അവൻ്റെ കൂടെ നീ പോകണ്ട, അല്ലെങ്കിൽ ആ കുട്ടിയോട് നീ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഓ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ട അമ്മ പറയും. അപ്പോൾ അതൊന്നും കേൾക്കാറേ ഇല്ല അല്ലേ. അപ്പോൾ കാരണം എന്താണ്, അത് അവരൊരു ഏജിൻ്റെ ഇത് അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പറയേണ്ട രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഈ അഡോളസൻസ് ഏജിൽ വരുന്ന പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ അഡോളസൻസ് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഇവർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. നമ്മുടെ ഈ അഡോളസൻസ് സൈക്കോളജി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലബസ് പ്രകാരമുള്ളതിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സാം ബൂസ്റ്റർ സീരീസിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇവർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ഡെവലപ്പ് എന്നുള്ള കാര്യം നോക്കുക, ഇവരുടെ പ്രോബ്ലംസ് നോക്കുക, എങ്ങനെ ആയിരിക്കണം ഇവൻ്റെ ആ എന്താണ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യം നമുക്കൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏജിലുള്ള കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കത് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസറാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് നോക്കാം. ദ ഏജ് ഗ്രൂപ്പ് 12 to 18 ഇയർ ക്യാൻ ബി ടേംഡ് അഡൾട്ട്ഹുഡ്, അഡോളസൻസ്, മിഡിൽ ഏജ്, ചൈൽഡ്ഹുഡ്. അപ്പോൾ ഏതാണ് 12 to 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്, അഡോളസൻസ് ആണ്. ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചാണ്, കാറ്റഗറി 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. അഡോളസൻസ് ഈസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പിയാഷേസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ അഡോളസൻസ് വരുന്നത് ഏത് ഏജിലാണ്, ഏത് സ്റ്റേജിലാണ്? അത് പ്രത്യേകം ഞാൻ പറഞ്ഞതായിരുന്നു, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇവർക്ക് കുറച്ചും കൂടി ലോജിക്കലി അല്ലെങ്കിൽ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്, അഡോളസൻസ് ഏജിലാണ് അല്ലേ. സോ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതേപോലെ തന്നെ അടുത്ത് ചോദിക്കാനുള്ള ചാൻസാണ് എന്താണ്, എറിക്സൻ്റെ. ഇപ്പോൾ എറിക്സൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ അഡോളസൻസുകാർ ഏത് സ്റ്റേജിലാണ് വരുന്നത് ചോദിക്കും. അപ്പോൾ ഏത് സ്റ്റേജാണ്, 5th സ്റ്റേജായ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിയാഷയുടെ സ്റ്റേജ് ചോദിക്കുകയാണെങ്കിൽ അഡോളസൻസുകാർ നോക്കുകയാണെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതേസമയം എറിക്സൻ്റെ ആണ് അവരെ സ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന 5ാമത്തെ സ്റ്റേജിലാണ്. ക്ലിയർ അല്ലേ? Then adolescents are highly influenced by dash, peer group, parents, elders, siblings. അപ്പോൾ ആരാണ് adolescents are highly influenced by? Of course peer group ആണ് അല്ലേ. പിയർ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെയിം ഏജ് അല്ലെങ്കിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഈ എന്താണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അഡോളസൻസുകാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ പാരൻസിൻ്റെ കൂടെയോ അല്ല എൽഡേഴ്സിൻ്റെ കൂടെയോ സിബ്ലിങ്സിൻ്റെ കൂടെയോ ഒക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കില്ല, കൂടുതലും പിയർ ഗ്രൂപ്പുമായുള്ള കുട്ടികളായിട്ടായിരിക്കും അല്ലേ. സോ അഡോളസൻസ് ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പിയർ ഗ്രൂപ്പ്. ദ നെക്സ്റ്റ്, ദി കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹോളിംഗ്വർത്ത്, സ്റ്റാൻലി ഹാൾ, ഹാവിംഗ്ഹേഴ്സ്റ്റ്, വില്യം വുഡ്. ദി കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്, ഓപ്ഷൻ സി ആണ് അല്ലേ, ഹാവിംഗ്ഹേഴ്സ്റ്റ് ആണ് അല്ലേ. ദ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹാവിംഗ്ഹേഴ്സ്റ്റ്. ഇതും ഒത്തിരി പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ് നോക്കാം. ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് പ്രപ്പോസ്ഡ് ബൈ ഹാവിംഗ്ഹേഴ്സ്റ്റ്. ഫസ്റ്റ് വൺ ലേണിംഗ് ടു ടേക്ക് സോളിഡ് ഫുഡ്, സെക്കൻഡ് വൺ ലേണിംഗ് ടു വാക്ക്, തേർഡ് വൺ ലേണിംഗ് ടു ടോക്ക്, ഫോർത്ത് വൺ ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മുടെ ഹാവിംഗ്ഹേഴ്സ്റ്റ് പറയുന്നുണ്ട് എന്താണ്, ഏർലി ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്, അതുപോലെ തന്നെ ലേറ്റർ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അഡോൾസൻസിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്ന ടാസ്ക് ഏതൊക്കെയാണ്? അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ടു ടേക്ക് സോളിഡ് ഫുഡ്, അതും നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നതാണ്. ലേണിംഗ് ടു വാക്ക് എന്ന് പറയുന്നതും ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നതാണ്. ലേണിംഗ് ടു ടോക്ക് എന്ന് പറയുന്നതും എന്താണ്, ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ 4 ആയിരിക്കും അല്ലേ, ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ് ആസ് പ്രപ്പോസ്ഡ് ഹാവിംഗ്ഹേഴ്സ്റ്റ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ, ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്. ഓപ്ഷൻ ബി, ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. ഓപ്ഷൻ സി, ഡെവലപ്പിംഗ് കൺസെപ്റ്റ്സ് നെസസറി ഫോർ എവറിഡേ ലിവിംഗ്. ഓപ്ഷൻ ഡി, അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. അപ്പോൾ ഹാവിംഗ്ഹേഴ്സ്റ്റ് ഓരോരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോരോ എന്താണ്
ചൈൽഡ്ഹുഡിലും ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോൾസൻസിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതാണ് എക്സെപ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ K2 K1കാരൊക്കെ ശ്രദ്ധിക്കുക, അവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ്? അപ്പോൾ ലേറ്റർ ചൈൽഡ്ഹുഡിൽ പെടാത്ത ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഏതാണ് ഇതിൽ? ഓപ്ഷൻ ഡി ആണ് അല്ലേ, അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. ഇത് എവിടെയാണ് വരുന്നത്? അപ്പോൾ ആദ്യത്തെ ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസിന് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് എല്ലാം അതും നമ്മുടെ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരു കാര്യമാണ്. ദെൻ എവരുടെ ലിവിങ്ങിന് വേണ്ട അത്യാവശ്യമുള്ള കൺസെപ്റ്റ്സ് ഒക്കെ അറിയാമെന്നുള്ള കാര്യം, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യവും നമ്മുടെ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്നതാണ്. ദെൻ അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് വരുന്നത്? അഡോൾസൻസിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ ഇവിടെ ഏതാണ് എക്സെപ്റ്റ് എന്ന് ചോദിച്ചു. സോ നോട്ട് എന്ന രീതിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് ഈസ് ഡാഷ് ഡിസയറിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് അച്ചീവിംഗ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. ഓപ്ഷൻ ബി അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. ഓപ്ഷൻ സി അച്ചീവിംഗ് എ മസ്കുലൈൻ ഓർ ഫെമിനൈൻ സെക്സ് റോൾ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ദി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് ഈസ്, ഇപ്പോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ നോക്കുകയാണെങ്കിലും കറക്റ്റാണ് അല്ലേ. ഡിസയറിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് സോഷ്യലി അച്ചീവിംഗ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ എന്ന് പറയുന്നത് അഡോളസൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ്. പിന്നെ അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസും എന്താണ്, ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ്. ദെൻ അച്ചീവിംഗ് എ മസ്കുലൈൻ ഫെമിനൈൻ സെക്സ് റോൾ എന്ന് പറയുന്നതും അഡോളസൻസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ്. സോ ഇതിൽ ആൻസർ അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ് ഏതാണെന്നുള്ള കാര്യം കറക്റ്റ് നോട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക. ഇതുപോലെ എക്സെപ്റ്റ് കൊണ്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാം തന്നിട്ട് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട്. സോ ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം. നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ ഈസ് എ നീഡ് ഓഫ്, ഈസ് എ ഡാഷ് നീഡ് ഓഫ് അഡോളസൻസ്. അപ്പോൾ നീഡ് ഓഫ് റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ എന്ന് പറയുന്നത് പ്രൈമറി നീഡാണോ, സെക്കൻഡറി നീഡാണോ, ബേസിക് നീഡാണോ, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ നീഡ്സ് ആണോ? അപ്പോൾ നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ ഈസ് ഏത് നീഡിലാണ് വരിക? അപ്പോൾ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സെക്കൻഡറി നീഡാണ് അല്ലേ, സൈക്കോ സോഷ്യൽ നീഡായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡറി നീഡ്. അപ്പോൾ നമ്മൾ നീഡ്സ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തതായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ ഈസ് എ ഡാഷ് നീഡ് ഓഫ് അഡോളസൻസ്, സെക്കൻഡറി നീഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. ദി അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ഓർ ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ഇൻ അഡോളസൻസ് ഈസ് ഡാഷ് ചൈൽഡ് അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, നൺ ഓഫ് ദീസ്. ദി അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ഓർ ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ഇൻ അഡോളസൻസ് ഈസ് എന്താ പറയുക, സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞ സബ്സ്റ്റൻസിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കാണുന്ന ഒരു പ്രോബ്ലംസ് ഓഫ് അഡോളസൻസിൽ വരുന്നതാണിത്. അപ്പോൾ അഡോളസൻസ് കുട്ടികൾ എന്താവണം, അവർ ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഏജിലുള്ള കുട്ടികളുടെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ. സോ അവർ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പിയർ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ആൽക്കഹോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീട് അതെന്താവും, അതിന് അഡിക്റ്റഡ് ആവാറുണ്ട് അല്ലേ. സോ ദി അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ഓർ ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഇൻ അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്. ഇതും പ്രീവിയസ്ലി 3-4 വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ എന്താ അണ്ടർ അച്ചീവ്മെൻറ്റ് ആവുക, അതായത് അണ്ടർ അച്ചീവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടാറുണ്ട്. കാരണം ഈ ഒരു ഏജിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് അതിന് മെയിനായിട്ട് വരുന്നത്. സോ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നുള്ളതും നമ്മുടെ അഡോളസൻസ് ഒരു പ്രോബ്ലമായിട്ട് വരുന്നതാണ്. പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ. ഇപ്പോൾ പിയർ ഗ്രൂപ്പിൽ നമുക്കറിയാം ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ അല്ലേ അവർ തമ്മിൽ എല്ലാത്തിലും ഒന്നും ഒരേപോലെ ആവണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ കുട്ടികൾ ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവരെ പ്രഷർ കൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ അഡിക്റ്റ് ആവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുപോലത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ മൊത്തത്തിലുള്ള ബിഹേവിയർ ഈ പിയർ ഗ്രൂപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, പിന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. കഴിഞ്ഞ നമ്മുടെ എറിക്സൺ തിയറി പറഞ്ഞിരുന്നു. A failure to establish a self-clear identity creates confusion and anxiety.
ഇൻ ദി ഇൻഡിവിജ്വൽ എസ്പെഷ്യലി ഇൻ അഡോൾസൻസ് വിച്ച് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അഡോൾസൻസ് ഏത് ഏജിലായിരുന്നു? നമ്മുടെ 5th സ്റ്റേജിലായിരുന്നു അല്ലേ? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. സോ ഇവിടെ എന്താ പറയുന്നത്, ആ ഒരു 5ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ കുട്ടികൾക്ക് എന്താണ് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. സോ അപ്പോൾ അതിന് ചെയ്യാൻ അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ എന്താവും, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. സോ ഇത് ആരാ പറഞ്ഞത്? നമ്മുടെ എറിക്സന്റെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതും നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ്സ് confusion and anxiety in the individual, especially in adolescence, which is called identity crisis. പിന്നെ ഡെലിക്വൻസി നമ്മളിനി എക്സെപ്ഷണൽ ചൈൽഡ് ഡെലിക്വൻറ്റ് ചിൽഡ്രൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സിന് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഡെലിക്വൻസി അല്ലെങ്കിൽ ഡെലിക്വൻറ്റ് ചൈൽഡിന് ഇത്രയേ ഉള്ളൂ. കുട്ടികൾ എസ്പെഷ്യലി അഡോൾസൻസ് ആയിട്ടുള്ള കുട്ടികൾ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കുന്നതിനാണ് ഈ ഡെലിക്വൻറ്റ് ചൈൽഡ് എന്നൊക്കെ നമ്മൾ ഷോർട്ടായി പറയുന്നത്. അതും നമ്മുടെ ഈ അഡോൾസൻസിൻ്റെ ഒരു ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ അവർ വേറെ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഡെലിക്വൻസി അല്ലെങ്കിൽ ഡെലിക്വൻറ്റ് ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസിൽ മെയിനായിട്ട് വരുന്നത്. എല്ലാം കറക്റ്റായി നോട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ചെറുതാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഒത്തിരി വലിയ തിയറീസ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ചെറിയൊരു ഭാഗങ്ങൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നാളെ അങ്ങനെയല്ല. നാളെ നമുക്ക് ഏതാ ടോപ്പിക്ക്? നാളെ നമുക്ക് ഡിഫൻസ് മെക്കാനിസമാണ്. നമുക്കറിയാം ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഒത്തിരി ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾസിലൂടെ ഒരു 3-4 ക്ലാസ്സോളം നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ KTET കാറ്റഗറി 3 സൈക്കോളജി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാളെ. ഇച്ചിരി വലിയ ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നല്ല രീതിയിൽ നാളെ പഠിച്ചുകൊണ്ട് വരിക. നമുക്ക് നാളെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോടും കൂടി ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. കീപ് വാച്ചിങ്. താങ്ക്